ഓക്കെ, നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് വാട്ട് ഈസ് പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ് അല്ലേ. നമ്മൾ ഐഡിയൽ എന്താണെന്നുള്ള ഡെഫിനിഷൻസ് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഐഡിയൽസിന് എക്സാമ്പിൾസ് പറയാനാണ് എന്തായിരുന്നു ഐഡിയൽസിന് ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. സെഡ് എന്ന് പറഞ്ഞ റിങ്ങിൻ്റെ ഐഡിയൽസ് എല്ലാം NZ എന്നുള്ള ഫോർമാറ്റിലായിരിക്കണേ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്താണ് അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത്? ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I a subset or contained or equal to a ring ഐഡിയൽ ആവണമെങ്കിൽ I with പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു അബീലിയൻ ഗ്രൂപ്പായിരിക്കണം. മാത്രമല്ല A into R equal to R into A belongs to I for every A element of I and for every R element of the ring. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആകുമ്പോഴാണ് R equal to AR എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി കമ്മ്യൂട്ടേറ്റീവ് റിങ്സിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിങ്ങിലെ ആൾക്കാരെ കൊണ്ട് ഐഡിയൽസിലെ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എവിടേക്ക് തന്നെ വരണം? ഐഡിയൽസിലോട്ട് തന്നെ വരണം അല്ലേ. ഇനി NZ ഐഡിയൽ അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ 2Z. 2Zലെ എല്ലാ ആൾക്കാരും ഇരിക്കുന്ന ഫോർമാറ്റ് എന്താ? 2N ഫോർ സം N എലമെൻറ്റ് ഓഫ് Z ആയിട്ടാണ് 2Zലെ എല്ലാ ആൾക്കാരും ഇരിക്കണേ അല്ലേ. അപ്പോൾ 2Nലെ ആൾക്കാരെ വീണ്ടും ഏതെങ്കിലും Z നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എങ്ങനെ ഇരിക്കും? സം 2N ഇൻറ്റു M ആവും. ദാറ്റ് ഈസ് 2NM ആവും അല്ലേ. വീണ്ടും എവിടെ തന്നെ എലമെൻ്റായി മാറും? അത് 2Zലെ മെമ്പറായി മാറും. ദാറ്റ് ഈസ് 2Z ഈസ് ആൻ ഐഡിയൽ. ശരിയല്ലേ. സിമിലർലി നമുക്കെന്തറിയാം? 2Z പോലെ തന്നെ നമുക്കെന്ത് പറയാം? 3Z 4Z 5Z എല്ലാം തന്നെയാണ് ഐഡിയൽസാണ്. അത് മാത്രമല്ല അപ്പോൾ സെഡിൻ്റെ ഐഡിയൽസ് എല്ലാം ഇരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് NZ ആയിട്ടാണ് അല്ലേ. ഇനി നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, റിംഗ് ഹോമോമോസിൻ്റെ തിയറം. എന്തായിരുന്നു റിംഗ് ഹോമോസിൻ്റെ തിയറത്തിൽ ഉണ്ടായിരുന്നത്? 5 ഫ്രം R to R ഡാഷ് എന്ന് പറയും ഹോമോസ് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? 5 ബൈ കേണൽ എന്ന് പറയണത് ഐസോമോർഫിക് ടു ഇമേജ് ആയിരിക്കും. ഓക്കെ, അത് ഒരു റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5 ഫ്രം Z to Z എടുക്കുകയാണ്. ഓക്കെ, മാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ? നമ്മൾ മാപ്പിംഗ് ചെയ്യാൻ പോകുന്നത് മാപ്പ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒരു M എലമെൻറ്റ് ഓഫ് Z എടുത്താൽ ആ എമ്മിനെ നമ്മൾ N വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, N എന്ന് പറഞ്ഞ ഒരാളെ ഫിക്സ് ചെയ്തിട്ട് N വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എത്രയാണോ റിമൈൻഡർ വരുന്നത് അവിടേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഡിവിഷൻ അൽഗോരിതം എവിടെയുണ്ട്? സെഡിലുണ്ട്. സോ ഏത് എമ്മും എന്നും എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റൈറ്റ് M ഈക്വൽ ടു സം NQ പ്ലസ് R എന്ന് എഴുതാൻ പറ്റും. ഈ ആറിൻ്റെ എന്താ അറിയാം? R മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു N ആൻഡ് R വിൽ ബി ഓർ R ഈക്വൽ ടു 0. R ആണ് അതിൻ്റെ റിമൈൻഡർ. അപ്പോൾ ഇവിടെ മാപ്പിംഗ് phi ഓഫ് M വിൽ ബി മാപ്പ് ടു R ആയിരിക്കും. ഓക്കെ, സോ ഈ മാപ്പിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും എന്താ? ഇപ്പോൾ N എന്ന് പറഞ്ഞ ആളെ ഞാൻ ഫിക്സ് ചെയ്യുന്നത്, കാരണം ഫിക്സ് N ഈക്വൽ ടു 3 എടുക്കണം. N ഈക്വൽ ടു 3 ആണെങ്കിൽ എവിടേക്കായിരിക്കും മാപ്പിംഗ് വരിക? 0 എവിടേക്ക് മാപ്പ് ചെയ്യപ്പെടും? 0 1 എവിടേക്ക് മാപ്പ് ചെയ്യും? 1 2 എവിടേക്ക് മാപ്പ് ചെയ്യും? 2 3 എവിടേക്ക് മാപ്പ് ചെയ്യുക? 3 മാപ്പ് ടു 0, കാരണം 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ്. 4 ഉണ്ട് ഉണ്ടാവുക? 4 എവിടേക്ക് മാപ്പ് ചെയ്യുക? 1. സിമിലർലി ഇങ്ങനെയാണ് മാപ്പുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ മാപ്പിൽ നമ്മൾ എങ്ങനെ ചെയ്തിട്ടുള്ള 0 എവിടേക്ക് മാപ്പിംഗ് വന്നിട്ടുള്ള 0 1 2 അല്ലേ. അപ്പോൾ ഇമേജിൽ ആര് മാത്രമേ ഉള്ളൂ? ഈ ഇമേജ് ഓഫ് 5ൽ ആര് മാത്രമേ ഉള്ളൂ? 0യും 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അല്ലേ. ഫുൾ സെഡിലെ ആൾക്കാരെ ഞാൻ 0 1 2 മാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാപ്പിൻ്റെ കേണൽ എന്താണെന്ന് ശ്രദ്ധിക്കുക. കേണൽ 5 എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ 0 മാപ്പ് ചെയ്യപ്പെടുന്നത്, സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് Z സെറ്റ് ദാറ്റ് phi ഓഫ് എക്സ് ഈക്വൽ ടു 0. 0 ആരാ മാപ്പ് ചെയ്യപ്പെടുക? ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടിരിക്കണേ അവരാണ് 0 മാപ്പ് ചെയ്യപ്പെടുക. അപ്പോൾ എക്സാക്ട്ലി ആരാ?
3z ആണ് എന്തായി വരാൻ പോകുന്നത്, നമ്മുടെ കേർണലായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ റിംഗ് ഹോമോമോർഫിസം തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, that by set quotient 3z is isomorphic to ആരാ 0 1 2 അല്ലേ. നമ്മൾ പറയുമ്പോൾ വേണമെങ്കിൽ 0 ബാർ 1 ബാർ 2 ബാർ നമ്മൾ വിളിക്കാറുണ്ട്, അവിടെ 0 1 2 തന്നെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ set by 3z is isomorphic to 0 1 2. നമുക്കറിയാം 3z ഒരു ഐഡിയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, റിംഗ് കോഷ്യൻ ഐഡിയൽ എടുത്താൽ എന്തായി മാറും, അതൊരു വീണ്ടും ഒരു റിംഗ് ആവും. ആ റിങ്ങിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്, ഫാക്ടർ റിംഗ് അല്ലേ. പക്ഷേ Z3നെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം, ഇത് എക്സാക്റ്റ് ആരാ, ദിസ് ഈസ് ഐസോമോർഫിക് ടു Z3 ആണ് അല്ലേ. കാരണം ഗ്രൂപ്പുകൾ അറിയാം നമുക്ക്, Z3 എന്ന് പറയുന്ന റിങ്ങിനോട് ഐസോമോർഫിക് ആണ് 3 എലമെൻറ്റ്സുള്ള ആൾക്കാർ അല്ലേ. Z3യിലെ എലമെൻറ്റ്സ് 0 1 2 1 നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പക്ഷേ Z3 വെറും റിങ് മാത്രമല്ല, Z3 ഒരു ഫീൽഡാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ചോദിക്കേണ്ട ഒരു ഓട്ടോമാറ്റിക്കൽ ചോദ്യമാണ്, സെറ്റ് ബൈ 3z എടുത്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഇനി സെറ്റ് ഓവർ കോഷ്യൻ 4z എടുത്താൽ, സെറ്റ് കോഷ്യൻ 4z എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിംഗ് എന്തായി മാറും, നമ്മുടെ മാപ്പിംഗ് ഈ രീതിയിലായിരിക്കും. φ ഓഫ് n ഈക്വൽ ടു എന്ത് ചെയ്യും, നമ്മൾ തന്നിരിക്കണ എന്നിൻ്റെ എന്തെടുക്കും, എന്നിൻ്റെ മോഡിലോ 4 എടുക്കും. ഓക്കെ, n മോഡിലോ n മോഡ് 4 എടുക്കുക, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡറിലോട്ട് മാപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ സെറ്റ് കോഷ്യൻ 4z ആരൊക്കെ ഉണ്ടാവും, 0 1 2 3 ഉണ്ടാവും അല്ലേ. അപ്പോൾ ചോദ്യം സെറ്റ് കോഷ്യൻ 3z കുറിച്ചും സെറ്റ് കോഷ്യൻ 4z കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. സെറ്റ് ഓവർ 3z എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z3 ആണ്. സെറ്റ് കോഷ്യൻ 4z എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു Z4 ആണ്. Z3 എന്താണെന്നറിയാം, ഫീൽഡാണെന്നറിയാം അല്ലേ. സെറ്റ് ഓവർ 4z എന്താണ്, സെറ്റ് കോഷ്യൻ 4z എന്ന് പറയുന്നത് പക്ഷേ എന്തൊരു ഫീൽഡ് അല്ല. എന്തുകൊണ്ടാണ് ഫീൽഡ് അല്ലാത്ത, സെറ്റ് 4 ഫീൽഡ് അല്ലാത്തതിന് കാരണം എന്താ സംഭവിക്കുന്നത്, സെറ്റ് 4-നകത്ത് എന്തുണ്ട്, സെറ്റ് 4 എന്തേ അല്ല, സെറ്റ് 4 ഒരു ഇൻ്റഗ്രൽ ഡൊമൈനെ അല്ല അല്ലേ. മാത്രമല്ല 0നെ ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യില്ല, ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആവില്ല അല്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം 2 എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്തുണ്ടാവില്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഏത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ പല റീസൺ എക്സ്പ്ലെയിൻ ചെയ്തത്, ഒന്ന് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. എന്താ നമുക്കറിയുന്ന കാര്യം, ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും ഇത്, എവരി ഫീൽഡ് ഇംപ്ലൈസ് എന്താണ്, ഇൻ്റഗ്രൽ ഡൊമൈൻ അറിയാം അല്ലേ. ഇത് ഫീൽഡ് അല്ലേ, സെറ്റ് 4 ഫീൽഡായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ 2-ന് എന്തില്ല, നോട്ട് ഇൻവെർട്ടിബിൾ. പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ളത്. ഈ ആൾ സെറ്റ് 4 എന്തല്ല എന്നുള്ളത്, സെറ്റ് 4 ഒരു ഫീൽഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ചോദിക്കേണ്ട കാര്യം, സെറ്റ് ഓവർ nz എടുത്താൽ എപ്പോഴാണ് ഫീൽഡ് ആവുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിൽ സെറ്റ് 3യുടെയും സെറ്റ് 4ൻ്റെയും എക്സാമ്പിൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും എന്ത്, 3യുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ഒരു പ്രൈം നമ്പർ ആയിരുന്നു, പ്രൈം ആയിരുന്നു അല്ലേ. പക്ഷേ 4 എന്തല്ല, 4 ഈസ് നോട്ട് എ പ്രൈം ആയിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് വേണമെങ്കിൽ പറയാം എന്ത്, പ്രൈം ആവുമ്പോഴാണ് ഒരു സാധ്യത കാണുന്നത് അല്ലേ. നമുക്ക് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 5z എടുക്കുക, അപ്പോൾ സെറ്റ് കോഷ്യൻ 5z എന്താ പറയുന്നത്, Z5 ആണ്, Z5 ആണ്. സെറ്റ് കോഷ്യൻ്റ് 6z Z6 ആണ്. ഇവിടെ നമുക്കെന്തറിയാം, Z6 എന്തല്ല ഒരു ഫീൽഡല്ല, Z5 ഫീൽഡാണ്. സോ കൂടുതലും ചാൻസ് ഈ എടുക്കുന്ന n പ്രൈം നമ്പർ ആണെങ്കിൽ അതൊരു ഫീൽഡ് ആവാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ PZ എന്ന് പറഞ്ഞ ഐഡിയലിനും P⧧n ആയിട്ടുള്ള NZ എന്ന് പറഞ്ഞ ഐഡിയലിനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, PZ ഐഡിയലിനും NZ ഐഡിയലിനും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഈ PZ ഐഡിയൽസിന് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ആൻസർ നമുക്കിനി വരും വഴിക്ക് കാണാം, നോക്കാം.
സെറ്റ് പി എന്ന് പറഞ്ഞാൽ സെറ്റ് കോഷ്യൻ പി സെറ്റ് ആണ്. and it's a field for p set prime. that's a factoring of integral domain may be a field. അപ്പോൾ ഫീൽഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ കണ്ടു. ഓക്കെ, ഇനി z over z is not an integral domain. z over z എന്തുകൊണ്ടാണ് ഇൻറ്റഗ്രൽ ഡൊമൈൻ അല്ലാത്ത? z over z എടുക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഡൊമൈൻ എല്ലാം നമ്മൾ എങ്ങനെ കാണിക്കുക? എന്താ എടുത്തിട്ടുള്ള z ക്രോസ് z ആണ് എടുക്കുന്നത്. z ക്രോസ് z എടുത്താൽ ഓട്ടോമാറ്റിക് എന്താ, z ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണ്. പക്ഷേ ഇൻറ്റഗ്രൽ ഡൊമൈൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താവണമെന്നില്ല, ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവണമെന്ന് നിർബന്ധം ഇല്ല. എങ്ങനെ പറയാം? ഇവിടെ 1,0 എടുക്കാം, 0, എടുക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോർഡിനേറ്റ് വൈസ് ആണ്. ഇത് 1 × 0, 0 × 1 ആണ്. ദാറ്റ് ഈസ് എന്ത് കിട്ടും? 0, 0 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് രണ്ട് നോൺ സീറോ നമ്പേഴ്സ് a, b നോട്ട് ഈക്വൽ ടു 0 ബട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0. ഇങ്ങനെ വന്നാൽ എന്താണിത്? ഇവർ 0 ഡിവൈസസ് ആയി മാറി, എയും ബിയും. അതുകൊണ്ട് എന്തല്ല, സെറ്റ് ക്രോസ് സെറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ അല്ലേ? നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ സെറ്റ് ക്രോസ് സെറ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ എല്ലാം എന്ന് കണ്ടു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തന്നിരിക്കുക നമ്മളൊരു എടുക്കലട്ടെ, ഷോയിങ് ദാറ്റ് 0, 1, 0 ആർ 0 ഡിവൈസസ്. ലെറ്റ് n ഈക്വൽ ടു 0, n എലമെൻറ്റ് ഓഫ് z എടുത്തു. അവർ 0, n എലമെൻറ്റ് ഓഫ് z എടുത്തിട്ടുണ്ട്. ലെറ്റ് n ബി എൻ ഐഡിയൽ ഓഫ് സെറ്റ് ക്രോസ് സെറ്റ് അല്ലേ? നോക്കുക, 0, n ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഐഡിയൽ ആണോ? 0, n എടുത്താൽ എന്താവുക? അതിനകത്ത് 2 എലമെൻറ്റ്സ് ആക്കുക. എങ്ങനെ ഐഡിയലാണ് ചെക്ക് ചെയ്യുക? ഐഡിയലാണ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആണോ എന്ന് അറിയണം, അല്ലെങ്കിൽ a - b ബിലോങ്സ് ടു വീണ്ടും i ആണോ എന്ന് അറിയണം. അപ്പോൾ എന്താ, 0, n മൈനസ് സം 0, m ഇങ്ങനെ ഇരിക്കുക. സം 0, m - n ആയിട്ടാണ് ഇരിക്കുക. അത് വീണ്ടും അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ i എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അല്ലേ? i എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ 0, n ആയിട്ടുള്ള കളക്ഷൻ. i ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, n ഫോർ n എലമെൻറ്റ് ഓഫ് z ആയിട്ടുള്ള കളക്ഷനാണ്. ഇനി ഇതിനെ ഒരാളെ സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവുക? ഏതെങ്കിലും എലമെൻറ്റ് ഞാൻ എടുത്തിട്ട് സം x, y എടുത്തു z ക്രോസ് സെറ്റിലെ ഇൻറ്റു 0, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സൈഡ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? 0 മെയിൻറ്റെയിൻ ചെയ്യും. മറ്റേ സൈഡിൽ എന്ത് വരും? yn വരും. ദാറ്റ് മീൻസ് ഈ വീണ്ടും എലമെൻറ്റ് അവിടെ തന്നെ ഉണ്ടാവും, ഐയിൽ തന്നെ ഉണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ഇനി 0 × xy നോക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു ഐഡിയൽ ആണെന്നുള്ളത് കിട്ടി അല്ലേ? ദാറ്റ് ഈസ് i ഈസ് ആൻ ഐഡിയൽ. ഇനി ചോദിക്കണത്, ഈ ഐഡിയൽ വെച്ച് കോഷ്യൻ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദിക്കണത്. അപ്പോൾ z ക്രോസ് സെറ്റിനെ ഈ ഐഡിയൽ i വെച്ച് കോഷ്യൻ്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എന്താ സംഭവിക്കുക? കോഷ്യൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഐഡിയലിനകത്തേക്കുള്ള ആൾക്കാരനെ ഐഡിയലിനകത്തേക്ക് വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള റിമൈൻഡറിനെ മുന്നിൽ നിർത്തും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഏത് x, y ഇവിടെ നിന്ന് എടുത്താലും അത് ഈക്വൽ ടു എങ്ങനെ എഴുതാം? x, സം 0 പ്ലസ് 0, y എന്ന് എഴുതാം. ഇവിടെ 0, y എവിടുത്തെ ആളാണ്? i ത്തെ ആളാണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു x, 0 പ്ലസ് i ഫോർമാറ്റിലാണ് ആരിയിരിക്കുന്നത്? ഈ i ഫോർമാറ്റിലാണ് എല്ലാ ആൾക്കാരും എവിടെ ഇരിക്കണേ? z ക്രോസ് z റോസ് ഐയിലുള്ളത്. ഇയാൾ എക്സാക്ട്ലി എന്തുതന്നെയാണ് അതിൽ? അതായത് ഇവിടെ നിന്ന് ഒരു മാപ്പിംഗ് വേണമെങ്കിൽ കൊണ്ടുവരാം. z ക്രോസ് z i എന്ന് എല്ലാ എലമെൻറ്റ്സിനെയും അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യണു, അതായത് എക്സിലോട്ട് മാപ്പ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയാം, ഈ സെക്കൻഡ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എവിടെയാണ് മാറ്റം വരിക? ഈ സെഡിലാണ് മാറ്റം വരിക, എക്സിലാണ് മാറ്റം വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെറ്റ് ക്രോസ് സെറ്റ് കോഷ്യൻ i എന്ന് പറയുന്നത് ആരോട് ഐസോമോർഫിക് ആണ്? സെഡിനോട് ഐസോമോർഫിക് ആണ്. ഓക്കെ, സോ ഇവിടെ സെറ്റ് ക്രോസ് സെറ്റ് കോഷ്യൻ i എന്ന് പറയുന്നത് എന്തായി മാറുന്നുണ്ട്? ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ z ക്രോസ് z എന്തായിരുന്നില്ല? ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. പക്ഷേ അതിൻ്റെ കോഷ്യൻ്റ് z ക്രോസ് i കോഷ്യൻ i എന്ന് പറയുന്നത് എന്തായി മാറി? ഈസ് ഇൻറ്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ ഒരു റിങ് അല്ലെങ്കിൽ ഒരു ഡി ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവാം. ആ ഇൻറ്റഗ്രൽ ഡൊമൈൻ കോഷ്യൻ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവും. ഇനി എന്താ പറയണത്? ഈ തന്നിരിക്കുന്ന ആൾ ഓക്കെ പറഞ്ഞൊരു തെറ്റ്, z നമുക്ക് പല പല എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. z ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിരുന്നു, സെറ്റ് കോഷ്യൻ്റ് 4z എന്തായില്ല? ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിളുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കണ്ട എക്സാമ്പിൾ എന്താ? z ക്രോസ് z ഇൻറ്റഗ്രൽ ഡൊമൈൻ അല്ല, പക്ഷേ അതിൻ്റെ കോഷ്യൻ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണ്. ഓക്കെ,
സോ ഇവിടെ പറഞ്ഞ കാര്യം ദ ഫാക്ടർ റിംഗ് ഓഫ് ആൻ റിംഗ് മേ ബി ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഈവൻ ദോ ദ ഒറിജിനൽ വൺ ഈസ് റിംഗ് ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. അടുത്ത എക്സാമ്പിൾ പറയാൻ പോകുന്നത് സെറ്റ് 0,3 ഓഫ് Z6 ഈസ് ആൻ ഐഡിയൽ ഓഫ് Z6. എന്തുകൊണ്ടാണ്? 0,3 വെച്ച് കോഷ്യൻ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക? Z6 ആണ് എടുത്തിട്ടുള്ളത്. Z6ലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5 ആണ്. നമ്മളെടുത്ത സെറ്റ് എന്ന് പറയുന്നത് I ഈക്വൽ ടു ആര് എടുത്തിട്ടുള്ളത് 0,3 ആണ്. സോ അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ 0 ആഡ് ചെയ്താൽ 0 തന്നെ വരും, 3 0 ആഡ് ചെയ്താൽ 3 തന്നെ വരും. 3 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡുലോ 6 ആയതുകൊണ്ട് 3 + 3 എന്ന് പറഞ്ഞാൽ എന്തിനാണ് 3 + 3 മോഡുലോ 6 എന്ന് പറഞ്ഞാൽ എന്തിനാണ് 0 ആണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? അഡിറ്റീവ് ഗ്രൂപ്പാണ് അല്ല. I+ ഇസ് ആൻ അഡിറ്റീവ് ഗ്രൂപ്പ്. I+ അഡിറ്റീവ് അബീലിയൻ ഗ്രൂപ്പാണ്. കാരണം സെറ്റ് 6 ഓൾറെഡി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് അബീലിയൻ ആണ്. അപ്പോൾ അതിൻ്റെ സബ് ഗ്രൂപ്പും ഉറപ്പായിട്ടും അബീലിയൻ ആയിരിക്കും. ഇനി 0,3 എന്താ കാണിക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഈ 0,3-നകത്ത് 0 കൊണ്ട് മൾട്ടിപ്ലൈ എന്തുണ്ടാവുക? 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0 × 0 0, 0 × 3 0 അല്ലേ. ഇനി 1 × 0 0, 1 × 3 3. ഇനി 2 × 0 0, 2 × 3 6 ആണ്. ഇപ്പോൾ 6 എന്ന് പറഞ്ഞാൽ മോഡുലോ 6 എടുത്താൽ 0. 3 × 0 0, 3 × 3 9 ആണ്. പക്ഷെ 9 മോഡുലോ 9 / 6 ചെയ്താൽ റിമൈൻഡർ 3 ആണ്. സോ 9 മോഡുലോ 6 3 ആണ്. ഇനി 4 × 0 0, 4 × 3 12, 12 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. അപ്പോൾ 0. 5 × 0 0, 5 × 3 15, 15 എന്ന് പറഞ്ഞാൽ മോഡുലോ 6 എടുത്താൽ 3 ആണ്. സോ 3 ആണ്. ദാറ്റ് ഈസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും എവിടേക്ക് തന്നെ തിരിച്ച് വരും, ഐഡിയൽ നെഗത്തേക്ക് തന്നെ വരും. അല്ലെങ്കിൽ ഇത് എന്താണ്? ഒരു ഐഡിയൽ ആണ്. ഓക്കെ. സോ ഇവിടെ നിന്ന് കിട്ടിയ കാര്യം എന്താ? the set 0,3 is an ideal of Z6 അല്ലേ. ഇനി ഈ ഐഡിയൽ വെച്ച് കോഷ്യൻ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് അടുത്ത് ചോദിക്കണേ അല്ലേ. എങ്ങനെയാണ് കോഷ്യൻ്റ് ചെയ്യുക? 0നെ 0ക്ക് തന്നെ മാപ്പ് ചെയ്യും. 0 1 എന്ത് പോവും? 1 എങ്ങോട്ട് ഉണ്ടാവുക? 1 തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 1 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ 1 സിംഗിൾട്ടൺ 0,3 തന്നെയായിരിക്കും. ഇയാളാണ് 0,3, 1 + 0,3 തന്നെയായിരിക്കും. 2 എങ്ങോട്ട് തന്നെ പോവുക? 2 + 0,3 തന്നെയായിരിക്കും. ഞാൻ I എന്ന് എഴുതുള്ളൂ ഇനി തൊട്ട്. അപ്പോൾ 3 എവിടേക്ക് പോകും? 3 ഈക്വൽ ടു പക്ഷേ എവിടേക്കാണ് പോവുക? 0 + I കാരണം 3 എവിടെയുള്ള മെമ്പറാണ്? ഇതിനകത്തുള്ളൊരു മെമ്പറാണ് അല്ലേ. 4 എങ്ങോട്ടാണ് പോവുക? 4നെ എങ്ങനെ എഴുതാം? എനിക്ക് 1 + 3 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 1 + I എന്ന് എഴുതാം അല്ല. ഇനി 5 ആണെങ്കിലോ 5 ഈക്വൽ ടു 2 + 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 + I എന്ന് എഴുതാം അല്ലേ. ദാറ്റ് മീൻസ് ആരൊക്കെ ഉള്ളൂ അപ്പോൾ? 0 + I, 2 + I ആൻഡ് 3 + I ആണ് എവിടെ ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ ഫാക്ടർ റിങ്ങിനകത്ത് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ. ആരൊക്കെയാണ്? 0 + I, 2 + I, 3 + I. 0 + I, 2 + I ആൻഡ് 3 + I ആണ് ഈ ഫാക്ടർ റിങ്ങിനകത്ത് ഉള്ള ആൾക്കാർ. ഇത് 3 എലമെൻസിൻ്റെ സെറ്റാണ്. 3 എലമെൻസിനുള്ള ഈ റിങ് ആരോട് ഐസോമോർഫിക് ആയിട്ടാണ് വരാൻ പോകുന്നത്? Z3യോട് ഐസോമോർഫിക് ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾക്ക്? Z6 കോഷ്യൻ്റ് സിംഗിൾട്ടൺ 0,3 എന്ന് പറയണത് എക്സാക്ട്ലി Z3 ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫീൽഡ്. ഓക്കെ. Z6 കോഷ്യൻ്റ് സിംഗിൾട്ടൺ 0,3 എന്ന് പറയണത് ഒരു ഫീൽഡ് ആണെന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. സെറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഡൊമൈൻ. ദ സെറ്റ് കോഷ്യൻ്റ് 6 സെറ്റ് ഐസോമോർഫിക് Z6 ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ. സോ നമുക്കിനി കാണേണ്ടത് ഈ തന്നിരിക്കുന്ന ഐഡിയലിൻ്റെ ഏത് ഇമ്പോർട്ടൻസ് വരുമ്പോഴാണ് ആ തന്നിരിക്കുന്ന ആൾ എന്താവുന്നത്? അതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവുന്നത്. എപ്പോഴാണ് അതൊരു ഫീൽഡ് ആവുന്നത് എന്നൊക്കെ നമുക്ക് കാണണം. അവിടെയാണ് എന്താണ് പ്രൈം ഐഡിയൽ, എന്താണ് മാക്സിമൽ ഐഡിയൽ എന്നുള്ളതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത്. ഓക്കെ.